ടോപ്പറായ ഓരോ വിദ്യാർത്ഥിക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണത്? നല്ല ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യുക എന്നത്. ഈ ടൈം ടേബിൾ തന്നെയാണ് അവരെ 95% അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഈ വർഷം മുഴുവനും ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് ഫോളോ കൂടെ ചെയ്യണ്ടേ. ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും ഒരു ഡെയിലി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റാതെ പോയവരായിരിക്കും. പക്ഷേ ഇനി ആ മിസ്റ്റേക്ക് ഒരിക്കലും വന്നുകൂടാ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വർഷം മുഴുവനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഫോളോ ചെയ്ത് എങ്ങനെ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാം എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഇതേപോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാമെന്ന്, അല്ലേ? രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും, പിന്നെ 7 മണിക്ക് ട്യൂഷന് പോകും, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും, രാത്രി 6 മണി മുതൽ 7 മണി വരെ പഠനം, അത് കഴിഞ്ഞ് 8 മണി വരെ ഡിന്നർ, പിന്നെ ഉറക്കം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതേപോലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കാം എന്ന്? ബട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരാം, ഇതേപോലൊരു ടൈം ടേബിൾ നിങ്ങളെ ഒരിക്കലും സഹായിക്കില്ല. നിങ്ങളൊരാഴ്ചയൊക്കെ ഫോളോ ചെയ്യുമായിരിക്കും, കൂടിപ്പോയാൽ ഒരു മാസം. അതിൽ കൂടുതൽ നിങ്ങൾ ഇതേപോലെ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം, അതെന്താണ് ബ്രോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, എല്ലാവരും ഇങ്ങനെയൊക്കെ അല്ലേ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാത്രി 7 മണി മുതൽ 9 മണി വരെ പഠിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആരുടെ ബർത്ത്ഡേക്ക് പോകണം. ആ സമയം എന്ത് ചെയ്യും? അതായത് നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ എല്ലാം തെറ്റും, അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്? ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. മോർണിംഗ് വേഴ്സസ് നൈറ്റ്. നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു നൈറ്റ് പേഴ്സൺ ആണോ എന്ന് കണ്ടെത്തുക. ഇത് വളരെ സിമ്പിളാണ്. ചില ആളുകൾക്ക് രാവിലെ തന്നെ എഴുന്നേറ്റാൽ നല്ല എനർജി ആയിരിക്കും, അപ്പോൾ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനത്തെ ആളുകൾ രാത്രി പെട്ടെന്ന് ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരായിരിക്കും. ഇങ്ങനത്തെ ആളുകളാണ് മോർണിംഗ് പേഴ്സൺസ്. എന്നാൽ എല്ലാവരും ഇങ്ങനെയാണോ? അല്ല. ചിലർക്ക് ആണെങ്കിൽ രാത്രി ആയിരിക്കും കുറച്ചുകൂടി എനർജി. ഇവർക്ക് രാവിലെ തന്നെ എഴുന്നേറ്റാൽ നല്ലൊരു എനർജി ഉണ്ടാവില്ല. ഇങ്ങനത്തെ ആളുകൾ രാത്രി നേരം വൈകി കിടന്ന് നേരം വൈകി എണീക്കുന്നവരായിരിക്കും. ഇവരാണ് നൈറ്റ് പേഴ്സൺസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പാരൻസും ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ടാവും രാവിലെ എഴുന്നേൽക്കണം എന്നാലേ നല്ലോണം പഠിക്കാൻ പറ്റുമെന്നൊക്കെ. ഇതൊരു പരിധിവരെ ശരിയാണെങ്കിലും എല്ലാവരുടെ കാര്യത്തിൽ ഇത് ശരിയാവണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു നൈറ്റ് പേഴ്സൺ ആണോ എന്ന് കണ്ടെത്തുക. എന്നിട്ട് രാവിലെ ആണോ അല്ലെങ്കിൽ രാത്രിയാണോ പഠിക്കേണ്ടത് എന്നും തീരുമാനിക്കുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വൺ, പ്രൊഡക്റ്റീവ് ടൈം ആൻഡ് അൺപ്രൊഡക്റ്റീവ് ടൈം. നമ്മൾ ഏതായാലും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്, അതിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ടൈം. എന്താണ് ഈ പ്രൊഡക്റ്റീവ് ടൈം? ഈ സമയം നമുക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ മാത്സ് ഹാർഡായി തോന്നുകയാണെങ്കിൽ ഈ സമയങ്ങളിൽ മാത്സ് പഠിക്കുക, അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുക. അങ്ങനെ പ്രൊഡക്റ്റീവ് സമയങ്ങളിൽ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള സബ്ജക്റ്റൊക്കെ അനിമേറ്റഡ് രീതിയിലൊക്കെ ഈസി ആക്കാനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റീവ് സമയങ്ങളിൽ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാം. അപ്പോൾ എന്താണ് അൺപ്രൊഡക്റ്റീവ് ടൈം? ഇപ്പോൾ ഒരാൾ 11 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ അവൻ 10 മണി മുതൽ 11 മണി വരെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ റീൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് കാണുന്നു. ഇതാണ് അൺപ്രൊഡക്റ്റീവ് ടൈംസ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ഹോംവർക്കൊക്കെ ചെയ്യുക. നോക്കൂ, നിങ്ങൾ SSLC പരീക്ഷ ഈ വർഷം എഴുതാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ അടുത്ത വർഷം എഴുതാൻ പോകുന്നവരാണ്. അപ്പോൾ പഠനത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഈ അൺപ്രൊഡക്റ്റീവ് സമയങ്ങളിൽ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യുക. പല കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. സ്കൂളിൽ നിന്ന് ഹോംവർക്ക്, ട്യൂഷനിൽ നിന്ന് ഹോംവർക്ക്, ഒരു ദിവസം ഹോംവർക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് എല്ലാ പഠനവും കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മാത്രമേ ഈ ഹോംവർക്കൊക്കെ ചെയ്യുക. കാരണം ഈ പഠനമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫോക്കസൊക്കെ നല്ല കുറവായിരിക്കും. ആ സമയങ്ങളിൽ വലിയ ഫോക്കസ് ഒന്നും ആവശ്യമില്ലാത്ത ഹോംവർക്കുകളൊക്കെ ചെയ്യുക. ഈ ഹോംവർക്കൊക്കെ അറിയാലോ, കൂടുതൽ എഴുതാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മുടെ ഹോംവർക്കൊക്കെ ചെയ്യുക. അതിനുശേഷം റിവിഷൻ. നമ്മൾ സ്കൂളിൽ പഠിച്ചത്, ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ചത്, ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഈ റിവിഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് സമയങ്ങളിൽ നിങ്ങളുടെ ഹാർഡായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക, അൺപ്രൊഡക്റ്റീവ് സമയങ്ങളിൽ നിങ്ങളുടെ ഹോംവർക്ക്, റിവിഷനൊക്കെ ചെയ്യുക. അപ്പോൾ ഫൈനൽ വണ്ണാണ് എ ടൈം ടേബിൾ. 10ാം ക്ലാസ്സിൽ 95% അല്ലെങ്കിൽ ഫുൾ മാർക്ക് വേണമെങ്കിൽ നമ്മൾ എത്ര സമയം പഠിക്കണം? 5 മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ 8 മണിക്കൂർ പഠിക്കണോ? വേണ്ട. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് മോർ ദാൻ 95% മാർക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ ഒരു ദിവസം വെറും 2 മണിക്കൂർ പഠിച്ചാൽ മതി. നിങ്ങൾ എപ്പോഴാണ് പഠിക്കേണ്ടത്? നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ രാവിലെ 1 മണിക്കൂർ പഠിച്ചാൽ മതി. രാവിലെ 5 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം ആയിരിക്കും ഇത്.
ഈ സമയം നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാം. ഇനി രാത്രി 1 മണിക്കൂർ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹോംവർക്കൊക്കെ ചെയ്യുക. ഇനി നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെങ്കിലോ ഇതേപോലെ തന്നെ രാത്രി ചിലപ്പോൾ നിങ്ങൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടാകും അല്ലേ. രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് നിങ്ങളുടെ ട്യൂഷൻ എങ്കിൽ നിങ്ങൾക്ക് 9 മണി മുതൽ 10 മണി വരെ പഠിക്കാം. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം. നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ, നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു ടൈം ടേബിളും. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സി റൂൾ. ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സി റൂൾ? സി റൂൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി റൂൾ. നമ്മൾ എത്ര നല്ല ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് വേണ്ട അനിമേറ്റഡ് ക്ലാസ്സുകളും പാഠങ്ങളുടെ സമ്മറികളും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളും എല്ലാ വീഡിയോകളും നമ്മൾ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ പഠന ജേണിക്ക് അതൊരു തുടക്കമാട്ടെ. അപ്പോൾ ഗുഡ് ബൈ ഗായ്സ്.